ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഇപ്പൊ പോവാം. പക്ഷേ പരുത്തിക്കുന്നിൽ ഇനി നിങ്ങൾ കേറിയ ആ നിമിഷം നിങ്ങൾ വിവരം അറിയും. ശിവനാ പറയുന്നേ. മോനെ ശിവ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. ഇനി എന്തായാലും ഈ ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കിയിട്ടേ അത്രേ ഉള്ളൂ. പോരെ? ഒടയ തമ്പുരാൻ ചിലത് കൽപ്പിച്ചുകൂട്ടി കയ്യിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തരും. കളക്ടർക്ക് വെച്ചതാ, ഇനി അത് കളക്ടറുടെ ഭർത്താവിനിരിക്കട്ടെ. വിഷ്ണുടെ വേണ്ട, മാറ്. വിഷ്ണുടെ വിട്. വിഷ്ണുടെ പറയുന്ന കേക്ക്. വിഷ്ണുടെ വിടാൻ. വെറും കവല ചട്ടമ്പികളെ പോലെ തെരുവിൽ കിടന്ന് അടികൂടാൻ ഇവനെ പോലെ ബോധമില്ലാത്തവരല്ല നമ്മള്. നമുക്ക് പലതും നോക്കേണ്ടി വരും, പലതും. ആ പറഞ്ഞത് ഉള്ളതാ മേഡം. ചങ്കിൽ തട്ടിയുള്ള സത്യം. പാളയം മാർക്കറ്റില് കുറച്ചു നാള് മുമ്പ് വരെ, അതായത് മേഡം കളക്ടറായിട്ട് പുതുമോടിയിൽ എത്തുന്നതിന് മുമ്പ് വരെ, ഇടിവള വിഷ്ണു എന്ന പേരിൽ ഇവൻ ചെയ്തുകൊണ്ടിരുന്നത് മഹാപുണ്യ പ്രവൃത്തികളായിരുന്നല്ലോ. പോലീസ് സ്റ്റേഷനിലെ കേസിന്റെ കാര്യം എടുത്താലും എന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കും നിങ്ങളുടെ ഈ പുണ്യാത്മാവ്. തണ്ടിക്ക് തണ്ടി. എനിക്കിങ്ങനുള്ളവരെ പണ്ടേ ഇഷ്ടമാ മേഡം. ഒന്ന് കൊടുത്താ കൊണ്ടോണ്ട് നിക്കരുത്, തിരിച്ചതുപോലൊരെണ്ണം ഇങ്ങോട്ട് തരണം. പിടിച്ചടാ. പൊന്നു മോനെ, നീ കേട്ട കഥയില് ഒരു തിരുത്തുണ്ടാ. ഒന്ന് വാങ്ങിയ ഒന്നായിട്ടല്ല, വിഷ്ണു രണ്ടായിട്ടേ കൊടുക്കൂ. കേട്ടിട്ടില്ലേ? ഒന്ന് വച്ചാ രണ്ട് കിട്ടുമെന്ന്. അതാ ശീലം. പിന്നെ കേസിന്റെ കാര്യം, നീ ഇടിവള വിഷ്ണുവിന്റെ കേസിന്റെ കണക്കെടുക്കാൻ നടന്നതുകൊണ്ട് പറയാ കേട്ടാ. അതൊക്കെ വെറും സാമ്പിളാടാ, ഒരു ചിന്ന വെടിക്കെട്ട്. അതിനു മുമ്പ് കൊച്ചു പിച്ചാത്തി അരയിൽ വെച്ച് പള്ളിക്കൂടത്തിൽ പോയിരുന്ന ഒരു ചരിത്രമുണ്ട്. അതൊക്കെ കേട്ട മക്കളുടെ മുട്ടിടിക്കും. പിന്നാമ്പുറത്തെ ചോപ്പ് മാറാത്ത നിനക്ക് അതൊക്കെ കേട്ടാ നിന്നോട് തന്നെ പുച്ഛം തോന്നും. അതുകൊണ്ട് നീ പോവാൻ നോക്ക് കേട്ടാ. ശാലിനി വാ, നമുക്ക് പോവാം. വിഷ്ണുട്ടാ, എന്നെ ചവിട്ടിട്ട് നീ അങ്ങനെ ആളായിട്ട് എന്റെ മുന്നിൽ നിന്ന് പോണ്ടാ. തല്ലിയവനെ തിരിച്ചല്ലാതെ ചെന്നാ എന്റെ അച്ഛനെന്നെ വീട്ടിൽ കയറ്റില്ലടാ. അങ്ങനെയാണെങ്കിൽ പിടിച്ചോടാ. വിഷ്ണുട്ടാ, വേണ്ട. വിഷ്ണുട്ടാ, എന്തായി കാണിക്കുന്നത്? എന്താ മേഡം ഇത്? ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ? ഇവിടെ കിടന്നിങ്ങനെ. പ്രസാക്, ഇവൻ ഒരു കാര്യമില്ലാതെ. കാര്യമില്ലെന്ന് ആര് പറഞ്ഞു മേഡം? പരുത്തിക്കുന്ന് അത് തന്നെയാണ് വിഷയം. ഇനി അതിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരരുത്.
വന്നാ ഇതല്ല, ഇതിന്റെ അപ്പുറം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത് ശിവനാ പറയുന്നേ. നീ ആരാടാ ഈ പേടിപ്പിക്കുന്നേ? നീ ആണാണെങ്കി ഒന്ന് ചെയ്ത് കാണിക്കടാ. ഇനി എന്റെ പെണ്ണിന്റെ ശരീരത്ത് ഒരു തരി മണ്ണ് വാരിയിടാൻ നീയോ നിന്റെ തന്തയോ ശ്രമിച്ച രണ്ടിനെ ഒന്നിച്ച് വാരിക്കെട്ടി കത്തിക്കേണ്ടി വരും. വീട്ടിലുള്ളവർക്ക് പറഞ്ഞില്ലെന്ന് വേണ്ട. നീ ഇപ്പൊ ഞങ്ങളുടെ പുക ഞങ്ങളെ കാണിക്കാനുള്ള ഒരുക്കത്തിലാണല്ലേ? എങ്കിൽ നീ കേട്ടോ പരുത്തിക്കുന്നേ, ഇനി ഒരു നീക്കുപോക്ക് കളക്ടറെങ്ങാണം നടത്തിയ കളക്ടറേറ്റിലേക്ക് എത്താൻ നീ ഒരു തടസ്സമായിട്ടെങ്ങാണം നിന്നെ തീർത്തിട്ടായാലും പരുത്തിക്കുന്ന് കോളനി ഞങ്ങൾ സംരക്ഷിച്ചിരിക്കും. ഇത് ശിവന്റെ വാക്കാ, തെറ്റില്ല. ആയുസ് എടുക്കുന്ന കാര്യത്തിൽ ശിവനും മറ്റൊരാലോചനയില്ലെന്ന് നിനക്കറിയാലോ. തീർത്തുകളയും ഞാൻ. എനിക്ക് നിന്നെ പോലെ വാക്കുകളുകൊണ്ട് കഴുത്ത് മുറിക്കാനൊന്നും അറിയില്ല. പക്ഷെ ഞാൻ മുറിക്കും. എന്റെ കുടുംബത്തിന് ഭീഷണിയാവുന്ന ആരെയും. നീ എന്നെ കൊല്ലുമെന്നല്ലേ പറഞ്ഞേ? ചാവാതിരിക്കാൻ ഞാനും ശ്രമിക്കാം, എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്. പക്ഷെ മക്കളൊന്ന് കരുതിയിരുന്നു, ഇരുട്ടിൽ എവിടുന്നെങ്കിലും ഒരു ആയുധം നിന്റെ ആയുസ് എടുക്കാനും ഉണ്ടാവും. അതെന്റെ കൈ കൊണ്ടാവാതിരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കേ. നമുക്ക് നോക്കാം. നോക്കാം. ഒരിക്കൽ കൂടി പറയുക, ആ കോളനി ഞങ്ങളുടേതാ. അവസാന രക്തം വീഴുന്നവരെ ഞങ്ങൾ അതിനുവേണ്ടി പോരാടിക്കൊണ്ടേയിരിക്കും. ഓർത്തോ? എനിക്കിപ്പോ നിന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യിക്കാം, ഞങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിന്. പക്ഷെ ഞാനത് ചെയ്യാത്തത് ഒരു അപകടാവസ്ഥയിൽ നിന്നും നീ എന്നെ രക്ഷിച്ചു എന്ന ഒറ്റ കാരണത്താലാണ്. പക്ഷേ ആ കടം ഇതോടെ തീർന്നു. ഇനി എന്നിൽ നിന്നും ഇതുപോലൊരു ആനുകൂല്യം കിട്ടിയെന്ന് വരില്ല. ശരി, വരവെക്കുന്നു. ഞാൻ ഇപ്പൊ പോവാം. പക്ഷേ പരുത്തിക്കുന്നിൽ ഇനി നിങ്ങൾ കേറിയ ആ നിമിഷം നിങ്ങൾ വിവരം അറിയും. ശിവനാ പറയുന്നേ. മോനെ ശിവ,